അയോധ്യ സംഭാവന കൊള്ളയിൽ പാർലമെന്റിൽ ഇന്ന് പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. രാവിലെ മഗർദ്വാറിൽ പ്രതിപക്ഷ എംപിമാർ ധർണ നടത്തും. ബി ബാലഗോപാലിന്റെ വിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിന്റെ മറുപടികൾ, ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നു. ഇതിനിടെ വീണ്ടും അടുത്ത കാര്യം പാർലമെന്റിൽ ഉന്നയിക്കാനായി പ്രതിപക്ഷം വരികയാണ്. അത് അയോധ്യ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ. ബാലഗോപാൽ, എന്താണ് വിവരങ്ങൾ? മോദി, ഗുഡ് മോർണിംഗ്. ഈ മോദി പറഞ്ഞതുപോലെ തന്നെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയമായിരുന്നു ഇതുവരെ പ്രതിപക്ഷം ശക്തമായി പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അയോധ്യ ക്ഷേത്ര സംഭാവന കൊള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആ വിഷയം ഈ മറ്റ് വിവാദങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകരുത് എന്ന ഒരു നിലപാട് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പല പാർട്ടികൾക്കുമുണ്ട്. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ ക്ഷീണം സംഭവിക്കാവുന്ന ഒരു വിഷയമാണ് ഈ അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി ഉന്നയിക്കണമെന്ന് സമാജ്വാദി പാർട്ടി നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യ വിഷയം സജീവമായി ഉന്നയിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10:30 പാർലമെന്റിലെ മഗർദ്വാറിൽ ഈ പ്രതിപക്ഷ അംഗങ്ങൾ, പ്രതിപക്ഷ എംപിമാരുടെ ധർണയ്ക്ക് ഇപ്പോൾ ആഹ്വാനം നടത്തിയിട്ടുണ്ട്. പാർലമെന്റിനുള്ളിൽ രണ്ട് വിഷയങ്ങൾ ഉന്നയിക്കുന്നതായിരിക്കും. ഒന്ന്, ഈ ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ, ഡൽഹിയിലും ബീഹാറിലും ഉണ്ടായ അക്രമ സംഭവങ്ങൾ, അതിനോടൊപ്പം തന്നെ അയോധ്യ വിഷയം. ഇവ രണ്ടും പാർലമെന്റിൽ സജീവമായി ഉന്നയിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ പ്രധാനമായും ഇന്ന് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അതിനെ തുടർന്ന് ഈ പൊതുപ്രവേശന പരീക്ഷ ക്രമക്കേട് തടയൽ ബില്ല് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യസഭയിൽ ഏറെക്കുറെ ഈ നീറ്റ് വിഷയമാണെങ്കിലും ലോക്സഭയിൽ അയോധ്യ വിഷയം ഇന്ന് ഉന്നയിക്കുവാനാണ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ ധാരണ.